പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും നടപ്പിലാക്കിയ പദ്ധതികൾ മൂലം കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 87ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെട്ടിട സൗകര്യങ്ങളുടെ കാര്യത്തിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്തെ പഴങ്കഥയാക്കി മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സർവതല സ്പർശിയായിട്ടുള്ള വികസനമാണ് പുതിയ മാനേജ്മെന്റ് ഈ വിദ്യാലയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ ഏറ്റവും അന്തസ്സുറ്റ നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയായി വികസിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ നാടാണ് കേരളം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താൻ നടപ്പിലാക്കിയ പദ്ധതികൾ മൂലം കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം മികവുറ്റതായി മാറി. നാടിന്റെ വികസനത്തിൽ എക്കാലവും ഓർക്കുന്ന മാതൃകയാണ് പിണറായി സർക്കാർ തീർത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാട്ടക്കമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ER രേഷ്മ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന ജീവനക്കാരി MK സുധയെയും കായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും 2024 SSLC ഉന്നത വിജയികളെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പ്രധാന അധ്യാപകൻ CS ഷനോജ്, അധ്യാപകൻ അജോയ് തമ്പി, ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജ്മെന്റ്, PTA പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.